ഇന്നൊരു വളരെ എന്താ പറയാനായിട്ട് ഞാൻ ഏറ്റവും അധികം കാത്തിരുന്നൊരു ഗസ്റ്റാണ് നമുക്കിന്ന് വന്നത്. കാരണം ഞാൻ എൻ്റെ APC ജേർണിയിൽ ആദ്യം മീറ്റ് ചെയ്യുന്ന ഒരു ഫ്രണ്ടും എന്നെ എന്നെ ഒരുപക്ഷെ ഈ പ്രൊഫഷണൽ കോൺഗ്രസ്സിലേക്ക് ഗൈഡ് ചെയ്ത ഒരു ഫാക്ടറും കൂടിയാണ് ഇന്ന് ബിജു സുന്ദരം, നമ്മുടെ APCയുടെ IT വെർട്ടിക്കലിൻ്റെ ഡെപ്യൂട്ടി സ്റ്റേറ്റ് ഹെഡാണ്. സോ വെൽക്കം ബിജു. താങ്ക്സ് ദീപു. ഒട്ടൊരു ഫോർമലായൊരു ടോക്കല്ല. നമ്മുടെ കോൺഗ്രസ്സുകാർക്ക് നമുക്ക് സംസാരിക്കാനുള്ള കാര്യങ്ങൾ തുറന്നു പറയുന്നതിന് അപ്പുറത്തേക്ക് വേറെ ഒന്നുമില്ല. പക്ഷേ ബിജുവിന് വളരെ വ്യത്യസ്തമായ ഒരു പൊളിറ്റിക്കൽ ഐഡിയോളജി ഉണ്ടെന്ന് ഞാൻ മനസ്സിലാക്കി. അതായത് സാധാരണ പൊളിറ്റീഷ്യൻസ് വരുന്നതിൻ്റെ ഉദ്ദേശ ശുദ്ധി നിന്ന് വളരെ വ്യത്യസ്തമാണ്. അപ്പോൾ ഒരു പ്രൊഫഷണൽ പൊളിറ്റിക്സിന് അപ്പുറത്തേക്ക് അതിലേക്ക് ഞാൻ പിന്നെ വരാം. ബിജു കുറേ ഈ സാമൂഹിക പ്രസക്തിയുള്ള കുറേ കാര്യങ്ങൾ ഇടപെട്ടിട്ടുണ്ട്. ഞാൻ അറിയുന്നത് ലാസ്റ്റ് ഇലക്ഷന് പോലും ഒരു മണ്ഡലത്തിലെ വാട്ടർ ടാങ്ക് ഇഷ്യൂ ഹാൻഡിൽ ചെയ്യുന്നു. ഈ അവിടുത്തെ ആ റൂട്ട് പൊളിറ്റിക്സിൽ പോലും ബിജു ഭയങ്കര ഇൻവോൾവാണ്. പക്ഷെ ഒരിക്കലും ഒരു എന്താ പറയാനായിട്ട് ആ ഒരു നമ്മൾ പറയുന്ന ഫ്രെയിമിലേക്ക് ബിജു വരാറേയില്ല. എപ്പോഴും ബാക്ക്ഗ്രൗണ്ട് മാത്രമേ ഉള്ളൂ. വളരെ വലിയ ഫങ്ഷനുകൾ ഇവിടെ ഓർഗനൈസ് ചെയ്യുമ്പോഴും ബിജു അതിൻ്റെ ബാക്ക്ഡ്രോപ്പിൽ നിന്നിട്ടുള്ളൂ. സോ എന്തുകൊണ്ടാണ് അങ്ങനെ ഒരു റൂട്ടിങ് മാത്രം പൊളിറ്റിക്സിൽ കാണുന്നത്? നമ്മൾ പറഞ്ഞിടത്തു തന്നെ തുടങ്ങാം. ഈ കോൺഗ്രസ് എന്ന് പറയുന്നത് ഒരുപാട് ജനാധിപത്യ പാർട്ടി എന്ന് വേണമെങ്കിൽ പറയാം. ജനാധിപത്യം കൂടുതലാണ് പാർട്ടിക്കകത്ത്. അപ്പോൾ അങ്ങനെ നോക്കുമ്പോൾ എല്ലാവരും ഇടിച്ചു നിൽക്കാൻ വേണ്ടി നിൽക്കുന്ന അവരവരുടെ പ്രസക്തി എന്താ പറയുക വെളിപ്പെടുത്താൻ വേണ്ടി കാണിക്കുന്ന ഒരു മേഖലയും കൂടെ അതിനകത്ത് ഞാൻ പലപ്പോഴും കാണാറുണ്ട്. അപ്പോൾ ഞങ്ങൾ പ്രൊഫഷണൽസ് ബേസിക്കലി ഒരുപക്ഷെ ആ ഒരു പ്രസക്തി നമുക്ക് വിസിബിളി ആൾക്കാരെ കാണിക്കണ്ട എന്നുള്ളൊരു തോന്നലിൻ്റെ പുറത്തായിരിക്കാം. നമ്മൾ ചെയ്യുന്ന വർക്കിൻ്റെ വാല്യൂ മാത്രം നമ്മൾ അത് ഏറ്റെടുക്കാനാണ് ശ്രമിച്ചത്. ഒരുപക്ഷെ അതായിരിക്കാം ഞങ്ങൾക്ക് കിട്ടുന്ന ഹൈ. ആ ഒരു പരിപാടി അല്ലെങ്കിൽ ആ ഒരു ഏറ്റെടുക്കുന്ന പ്രവൃത്തി എത്രമാത്രം സക്സസ്ഫുള്ളായി ഇംപ്ലിമെൻ്റ് ചെയ്യാൻ നമുക്ക് പറ്റി. അപ്പോൾ അതിൻ്റെ വിജയമാണ് ഞങ്ങളുടെ ഒരു ഹൈ എന്ന് പറയുന്നത്. അത് തന്നെയായിരിക്കും നമ്മൾ ചെയ്ത ആക്ടിവിറ്റീസ്. ഞാൻ ഒരിക്കൽ പോലും കണക്കെടുത്തിട്ടില്ല നമ്മൾ എന്ത് ചെയ്തു, എങ്ങനെ ചെയ്യുന്നു എന്നുള്ളതൊന്നും. അപ്പോൾ അതിൻ്റെ ഒരുപക്ഷെ എനിക്ക് അക്കമിട്ട് പറയാൻ പറ്റാത്തതും ആ കാരണം കൊണ്ട് തന്നെ ആയിരിക്കാം. നമ്മളുടെ ഹൈ ആ ഒരു പ്രവൃത്തി ചെയ്തു, അത് ജനങ്ങൾക്ക് ഉപകാരപ്പെട്ടു, പാർട്ടിക്ക് ഉപകാരപ്പെട്ടു, നമ്മൾക്കൊരു സന്തോഷം നൽകി. ഹീറോ ആണ് അല്ല ഹീറോസ് ആണ് ശരിക്കും ഒരുപാട് പേരുണ്ട് അങ്ങനത്തെ. ശരിക്കും നമ്മൾ അറിയാത്ത കുറേ സപ്പോർട്ട് സിസ്റ്റം പ്രൊഫഷണൽസ് കൊടുക്കുന്നുണ്ട്. ഞാനിനി ഒരു പേഴ്സണലായിട്ട് എനിക്ക് ബിജുവിനെ വളരെ അറിയാമെന്നുള്ളതും വളരെ എന്താ പറയാനായിട്ട് രസകരമായി പറയുന്ന വാച്ച് ചെയ്തൊരു കാര്യം കൊണ്ടിരിക്കുകയാണ്. സമ്പാദ്യത്തിൻ്റെ ഒരു നല്ല ശതമാനം പാർട്ടിക്ക് വേണ്ടി ഉപയോഗിച്ചിട്ടുണ്ടോ? അതിവിടെ വെളിപ്പെടുത്താൻ പറ്റാത്ത സമ്പാദ്യത്തിൻ്റെ കണക്കല്ല ഞാൻ പറഞ്ഞത്. പക്ഷേ ഞാൻ ചോദിക്കും, ഞാൻ അക്കൗട്ട് പറഞ്ഞുതരാം. KSU പരിപാടികൾക്കോ യൂത്ത് കോൺഗ്രസ് പരിപാടികൾക്കോ തോരണങ്ങളായിട്ടും കൊടിമരങ്ങളായിട്ടും കൊടികളായിട്ടും എല്ലാ രീതിയിലും എനിക്ക് തോന്നുന്നു കഴക്കൂട്ടത്ത് തന്നെ ഒരു വലിയൊരു ഇഫ്താർ വിരുന്ന് താങ്കൾ കുറേ നാൾ ചെയ്യുന്നുണ്ടായിരുന്നു. അപ്പോൾ ഇങ്ങനെയൊക്കെ തന്നെ ഒരിക്കലും സ്വന്തം കീശയില പൈസ നോക്കാതെ എനിക്കറിയാവുന്ന APCയുടെ എല്ലാ പ്രോഗ്രാം കഴിയുമ്പോൾ എത്രയാണെന്നോ എന്താണെന്നോ നടക്കാതെ ബിജുവിൻ്റെ ഒരു പങ്ക് ഗൂഗിൾ പേ ചെയ്യുന്നത് അനുഭവമുണ്ട്. അതുകൊണ്ടൊക്കെ തന്നെയാണ് ഞാൻ ചോദിക്കുന്നത്. അപ്പോൾ ഒരു നല്ലൊരു ശതമാനം സമ്പാദ്യത്തിൽ രാഷ്ട്രീയത്തിന് വേണ്ടി ചിലവഴിച്ചില്ല. ഇത് ശരിക്കും പറഞ്ഞൊരു റൈറ്റ്ഫുൾ ക്വസ്റ്റ്യൻ ആണോ എന്ന് വെച്ചാൽ അല്ല. പക്ഷേ ഞാൻ പേഴ്സണലി ചോദിക്കുന്നൊരു സാധനമാണ്. അങ്ങനെ ഒരു ക്വസ്റ്റ്യൻ സ്വാഭാവികമായും ഒരുപാട് കോൺഗ്രസ് പ്രവർത്തകർ, ഒരുപാട് കോൺഗ്രസ് നേതാക്കൾ അവരുടെ സമ്പാദ്യത്തിൻ്റെ നല്ലൊരു ശതമാനം മാറ്റിവെച്ചിട്ടാണ് ഈ പ്രസ്ഥാനം വളർന്നത് തന്നെ. അപ്പോൾ ഞാനൊക്കെ ചെയ്യുന്നത് വളരെ തുച്ഛമാണെന്ന് മാത്രമേ എനിക്ക് വളരെ ഈ നമ്മൾ പറയില്ലേ സെൽഫിഷായിട്ട് ചിന്തിച്ചു കഴിഞ്ഞാൽ ചിലപ്പോൾ അത്യാവശ്യം ഒരു സ്ഥലവും വീടും വാങ്ങിക്കാനുള്ള പൈസ മുഴുവൻ കിടക്കെടുത്ത് കഴിഞ്ഞാൽ സ്വാർത്ഥമായിട്ടുള്ള ചിന്ത. മനുഷ്യനൊരു സാമൂഹിക ജീവിയാണല്ലോ. നമ്മളും ഒരു കോൺഗ്രസ്സുകാരനായി നിൽക്കുന്നത് മറ്റേ പൊതുസമൂഹത്തിൽ കാണുന്ന മറ്റുള്ള ആൾക്കാരുടെ ബുദ്ധിമുട്ടുകൾ നമ്മൾ കാണുമ്പോൾ അതിൽ നിന്നുള്ള ഒരു വിഷമവും, അപ്പോൾ അവരോട് ചേർന്ന് നിൽക്കാൻ ഒരു ബാധ്യസ്ഥനാണ് എന്നുള്ളൊരു തോന്നലിൻ്റെ പുറത്താണ്. അപ്പോൾ അങ്ങനെ നോക്കുമ്പോൾ ആ ചെലവുകളും ബാധ്യതകളും ഞാനൊരു ഇതായിട്ട് എടുക്കുന്നില്ല. ബിജു ഭയങ്കര സിൻസിയറാണ് പൊളിറ്റിക്സിൽ. അപ്പം ഈ സിൻസിയറിറ്റി പലപ്പോഴും പൊളിറ്റിക്സിലെ പല തീരുമാനങ്ങളും പല സംഭവങ്ങളും വളരെ സ്കിൽഫുള്ളിയാണ് മിക്ക പൊളിറ്റിക്സ് എന്ന് പറയുമ്പോൾ അതാണ്. ഈ സ്കിൽഫുള്ളായിട്ട് ആൾക്കെടുക്കുന്ന തീരുമാനങ്ങളും ബിജുവിന് കൂടെ തന്നെ നിന്നിട്ട് ചില സമയങ്ങളിൽ അവർക്കെടുക്കേണ്ട തീരുമാനങ്ങളും ഈ സിൻസിയർ ആയതുകൊണ്ട് ബിജുവിനെ ഭയങ്കര ഒരു വിഷമിപ്പിച്ചിട്ടില്ലേ? അല്ല, സിൻസിയറിറ്റി അതൊരു ഗുണമാണ് ദോഷമാണ്. പൊളിറ്റിക്സിൽ ഈ സിൻസിയർ എന്നുള്ളത് ശരിക്കും പറഞ്ഞാൽ ഒരു കൊണ്ടുവരേണ്ട അത്തരം ആൾക്കാർ മുന്നോട്ട് വരേണ്ട ഒരു കാരണമാണ്, ഒരു ഏരിയയാണ്. പക്ഷേ
പലപ്പോഴും അത്തരം ആൾക്കാരെ ചവിട്ടിത്തേച്ചിട്ടാണ് പലപ്പോഴും അത് ഇന്ന രാഷ്ട്രീയത്തിൽ നിന്നല്ല എല്ലാ പൊതുവെ രാഷ്ട്രീയത്തിൽ നടന്നു പോകുന്നത്. അപ്പോൾ ഇത് എപ്പോഴും വേദനിപ്പിച്ചിട്ടുണ്ടോ ഈ ഒരു സിൻസിയറിറ്റി സേ അത് ഞാനൊരു സിൻസിയറാണ് എന്നുള്ളത് ഈ പറഞ്ഞ മാതിരി എന്നെ സംബന്ധിച്ചിടത്തോളം എന്നെ സന്തോഷിപ്പിക്കുന്ന ഒരു കാര്യമാണ്. എനിക്ക് അത് അതിൻ്റെ വാല്യൂ ആണ്. അപ്പം അതെന്നെ ഒരിക്കലും അപ്പോൾ ഞാൻ ബുദ്ധിമുട്ടിച്ചിട്ടില്ല. പ്രൊഫഷണൽ കോൺഗ്രസിലെ ജേണിക്ക് വരുന്നതിന് മുമ്പ് ബിജുവിനെ കുറിച്ച് ഒരാളൊരു ഒരു ഒരു റിമാർക്കല്ല കമൻറ്റ് പറഞ്ഞത്, ഹീ ഡസൻ ഹാവ് എനി വെസ്റ്റഡ് ഇൻട്രസ്റ്റ് എന്ന് പറഞ്ഞു. തീർച്ചയായും. അപ്പോൾ എൻ്റെ അടുത്ത് പറഞ്ഞതെന്ന് പറഞ്ഞാൽ യു ആർ ഗോയിങ് ഇൻ ടു സ്പേസ് വെയർ യു ആർ ഗോയിങ് ടു സീ പീപ്പിൾ ഹൂ ഡസൻ ഹാവ് എനി വെസ്റ്റഡ് ഇൻട്രസ്റ്റ് ഇൻ പൊളിറ്റിക്സ്. അവർ ചെയ്യുന്നതെല്ലാം സെൽഫ്ലെസ് സർവീസാണ്. അപ്പം അത് ആദ്യം മനസ്സിലാക്കാൻ എനിക്ക് കുറച്ച് ബുദ്ധിമുട്ടുണ്ടായിരുന്നു. പക്ഷേ ത്രൂ സർവീസസ് എനിക്ക് തോന്നുന്നു ഞാൻ വന്നതിന് ശേഷം കണ്ട കാര്യങ്ങൾ മാത്രമാണ് എത്രയോ കുട്ടികൾക്ക് പുസ്തകങ്ങളും പഠനോപകരണങ്ങളും മണി റേസ് സ്വന്തം ഇതിൽ ചെയ്യുന്നുണ്ട്, ഫ്ലഡ് റിലേറ്റഡ് ആക്ടിവിറ്റീസിൽ ഇരുന്ന്. അപ്പോൾ എപ്പോഴും അതാണ് ഞാൻ ഈ സമ്പാദ്യത്തിലേക്ക് വീണ്ടും വന്നത്. അതായത് ബിജു എപ്പോഴും ഈ ഒരു കാര്യങ്ങളിൽ വളരെ കോൺഷ്യസ് ആയ ഒരു എഫേർട്ട് ഇടുകയും അതിൻ്റെ ഒരു റിസൾട്ട് ഒരിക്കലും കിട്ടാൻ കാത്തു നിൽക്കാതെ മാറിപ്പോവുകയും ചെയ്യുകയാണ്. അപ്പം അങ്ങനെയുള്ളൊരു പൊളിറ്റിക്സിന് എത്രമാത്രം പ്രസക്തി ഇന്നത്തെ കാലത്തുണ്ട്? അപ്പോൾ അത് അത്തരമൊരു പൊളിറ്റിക്സിന് പ്രസക്തി ഉണ്ടോ എന്ന് ചോദിച്ചാൽ അത്തരമൊരു പൊളിറ്റിക്സിനാണ് ഇനിയുള്ള കാലത്ത് ജനം വാല്യൂ ചെയ്യേണ്ടതാണ് എൻ്റെ ഒരു കാഴ്ചപ്പാട്. ഉദാഹരണത്തിന് ഇന്ന് നോക്കുമ്പോൾ ഇന്നൊരു പാർട്ടിയിൽ നിൽക്കുന്നു, നാളെ കാലത്ത് ഡ്രസ്സ് മാറുന്ന പോലെ വേറൊരു പാർട്ടിയിലേക്കോ ആദർശത്തിലേക്കോ മാറിപ്പോകാൻ ജനങ്ങൾക്കോ രാഷ്ട്രീയക്കാർക്കോ ഇന്ന് ഒരു മടിയുമില്ല. അത് ചിലപ്പോൾ വ്യക്തിപരമായിട്ടുള്ള ലാഭത്തിൻ്റെ പുറത്തായിരിക്കാം. പക്ഷേ അത്തരം ലാഭങ്ങളൊക്കെ എനിക്ക് തോന്നുന്നു കുറച്ചു കാലം മാത്രം നിലനിൽക്കുന്ന ഒരു ലാഭം മാത്രമാണെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. ഇപ്പോൾ ഫ്ലഡിൻ്റെ കാര്യം സൂചിപ്പിച്ചുകൊണ്ട് എനിക്കത് എടുത്തു പറയാവുന്നത്, ഇപ്പം 2018 ഫ്ലഡ്, അപ്പം ആദ്യമായിട്ടാണ് പാണ്ടനാട് പഞ്ചായത്ത് എന്ന് പറയുന്ന ഒരു പഞ്ചായത്തിനെ കുറിച്ച് നമ്മൾ ഞാൻ കേൾക്കുന്നത് തന്നെ. പക്ഷേ ആ പഞ്ചായത്താണ് ഏറ്റവും കൂടുതൽ ആ സമയത്ത് അഫക്റ്റഡ് ആയിട്ടുള്ള ഒരു സ്ഥലം. അപ്പോൾ നമ്മളിവിടെ നിന്ന് പ്രൊഫഷണൽ കോൺഗ്രസിൻ്റെയും ടെക്നോ പാർക്കിൽ മൈത്രിയുടെയൊക്കെ ഭാഗമായിട്ട് ഒരുപാട് മെറ്റീരിയൽ ഇവിടെ നിന്ന് കൊണ്ടുപോയി ദേവസ്വം ബോർഡ് സ്കൂളിൻ്റെ അവിടെ ഒരു പാലമുണ്ട്. ആ പാലത്തിൻ്റെ മുകളിൽ നിന്ന് നോക്കുമ്പോൾ കണ്ട കാഴ്ച എന്ന് പറയുന്നത് ജീവിതത്തിൽ ഒരിക്കലും മറക്കാൻ കഴിയാത്ത കാഴ്ചയാണ്. അപ്പം പല വീടുകളിലെയും 2ാം നിലയിൽ വെള്ളം കയറിക്കൊണ്ട് നിൽക്കുമ്പോൾ നമ്മൾ എന്തെങ്കിലും സമ്പാദിച്ചിട്ടുണ്ടെങ്കിൽ ആ സമ്പാദ്യം മുഴുവൻ പലയിടത്തും പോയതായിട്ടാണ് നമ്മൾ കണ്ടത്. അപ്പം ഈ ഉണ്ടാക്കിയ നേരത്തെ സൂചിപ്പിച്ച പോലെ കയ്യിൽ നിന്ന് കാശെത്ര പോയി എന്നുള്ള അതൊക്കെ ഒരു നിമിഷങ്ങൾ കൊണ്ട് പോയ ഒരുപാട് വ്യക്തികൾ നമ്മൾ അന്ന് അവിടെ കാണേണ്ടായി. പക്ഷെ അന്ന് തുടങ്ങിയ അന്ന് അവിടുത്തെ ഒരു പഞ്ചായത്ത് സെക്രട്ടറിയുടെ ഒരു റിക്വസ്റ്റ് മേൽ നിന്ന് തുടങ്ങിയ ആക്ടിവിറ്റി 6 വീക്കെൻഡ് നമ്മൾ തുടർച്ചയായി ഇവിടെ നിന്ന് എല്ലാ വീക്കെൻഡും അങ്ങോട്ട് ചെങ്ങന്നൂർ പാണ്ടനാട് പഞ്ചായത്തിലേക്ക് പലവിധ മെറ്റീരിയലുകളായിട്ട് ഇപ്പം പഞ്ചായത്തിലേക്ക് തന്നെ പഞ്ചായത്തും പഞ്ചായത്തിൻ്റെ മറ്റുള്ള സ്ഥാപനങ്ങളിലേക്ക് 18ഓളം കമ്പ്യൂട്ടറുകളും ഒക്കെ ആയിട്ട് നമ്മളിവിടെ നിന്ന് പോവുകയുണ്ടായി. കാര്യം അതായിരുന്നു അവരുടെ റിക്വസ്റ്റ്. നമുക്ക് ഇഫ് യു ക്യാൻ മേക്ക് പഞ്ചായത്ത് അപ്പ് ആൻഡ് ലൈവ്, ഒരുപാട് റിക്വസ്റ്റുകൾ ഞങ്ങൾക്ക് പോസ്റ്റ് ചെയ്യാം, നമുക്ക് പല ആൾക്കാരെയും പ്രശ്നങ്ങൾ തീർക്കാമെന്നാണ് പറഞ്ഞത്. അപ്പം ആ പഞ്ചായത്ത് കെട്ടിടത്തിനകത്തു നിന്നുള്ള എന്താ പറയുക സർക്യൂട്ട് ബോർഡുകൾ മുഴുവൻ റീപ്ലേസ് ചെയ്ത് പുതിയ ടെക്നിക്കലി പോലും നിങ്ങൾക്ക് പുതിയ നെറ്റ്വർക്ക് തന്നെ സ്ഥാപിച്ച് അവിടെ 18 കമ്പ്യൂട്ടറുകളും ലൈവ് അവർക്ക് വർക്ക് ചെയ്യാൻ സാധിക്കും. ചില ബോളിവുഡ് സിനിമകളിലൊക്കെ കാണും പോലെ മറ്റെന്താണ് ഷാറുഖ് ഖാൻ്റെ സിനിമയുണ്ടല്ലോ, അതിൽ ചെയ്തതുപോലെ ഒരു സ്ഥലത്ത് പോയി അവിടുത്തെ ടെക്നിക്കൽ നിങ്ങളുടെ അല്ലേ പ്രൊഫഷണൽ ആയതുകൊണ്ടാണ് ഒരു പക്ഷേ അത് ചെയ്യാൻ പറ്റിയത് അല്ലേ, ടെക്നിക്കലി പോലും നിങ്ങൾക്ക് അവിടെ ഹെൽപ്പ് ചെയ്യാൻ പറ്റി, സാധനങ്ങൾ മാത്രം കൊടുക്കുന്നതല്ല എന്നുള്ളത് സംഭവം. അപ്പോഴൊക്കെ ഈ ടെക്നിക്കലായ ഒരു പ്രൊഫഷണലായ പൊളിറ്റിക്സിൽ നിന്നുള്ളൊരു സന്തോഷം തോന്നിയിരുന്നു. തീർച്ചയായും. ആ ഒരു പഞ്ചായത്ത് നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇറ്റ് വാസ് ഓഫ് ലൈൻ, പഞ്ചായത്ത് വാസ് ഓഫ് ലൈൻ ഫോർ എ വൈൽ. നമ്മളത് അപ്പ് ആൻഡ് ലൈവാക്കി അതായത് 18ഓളം റെസ്റ്റോറിങ് നെറ്റ്വർക്ക്സ് എവറിത്തിങ് അല്ലേ. അതെ. മാത്രമല്ല ഫോർ എക്സാമ്പിൾ അത് ഒരു ചെറിയ ഇൻസിഡൻറ്റ് മാത്രമാണ്. ഇപ്പോൾ അവിടുത്തെ 2 പ്രധാനപ്പെട്ട സ്കൂളുകൾ അവിടെ നിന്ന് ദുരിതാശ്വാസ ക്യാമ്പുകളായിട്ട് വർക്ക് ചെയ്യുകയാണ്. അപ്പോൾ അവർക്ക് നോക്കുമ്പോൾ അവിടെ വെള്ളം ഇല്ല, കിണറ്റിൽ നിന്ന് കോരി, കാര്യം ചുറ്റുവട്ടം വെള്ളമാണെങ്കിൽ പോലും കിണറ്റിൽ നിന്ന് കോരി വെള്ളം കൊണ്ടുപോയിട്ടാണ് ആൾക്കാർ അവിടെ അതിനകത്ത് താമസിച്ചിട്ട് 100 കണക്കിന് ആൾക്കാർ. അപ്പോൾ നമ്മൾ മോട്ടർ കൊണ്ട് ഫിക്സ് ചെയ്യുന്നു, ടാങ്കിലേക്ക് അത് കണക്ട് ചെയ്യുന്നു, പിന്നെ അവരുടെ വെള്ള പ്രശ്നം
കാര്യം ഇതൊക്കെ നിസ്സാര കാര്യങ്ങളാണെങ്കിൽ പോലും അല്ല ഒട്ടും മൈന്യൂട്ട് നിസ്സാരമല്ല. നമുക്കിപ്പോൾ പറയുമ്പോൾ ഇങ്ങനെ ഒരു ക്രൈസിസ് സിറ്റുവേഷനിൽ നമ്മുടെ നമ്മുടെ അതായിരുന്നു നമ്മുടെ ഫസ്റ്റ് സ്റ്റെപ്പ്. ഈ നമ്മുടെ എക്സ്പെർട്ടൈസ്, പ്രൊഫഷണൽ എക്സ്പെർട്ടൈസ് എത്രമാത്രം പൊളിറ്റിക്സിൽ ഉപകാരപ്രദമായി എന്നുള്ളത് എനിക്ക് തോന്നുന്നു. രണ്ടാമത് വരുമ്പോഴത്തേക്ക് ഐ ടിയുടെ കാര്യത്തിലേക്ക് വരുമ്പോൾ വളരെയധികം എന്താ പറയുക, നമ്മൾ ആരും പ്രതീക്ഷിക്കാത്ത രീതിയിലുള്ള മുന്നേറ്റമാണ് ഐ ടി മേഖല പൊളിറ്റിക്സിൽ കൊണ്ടുവന്നുകൊണ്ടിരിക്കുന്നത്, അതെ അല്ലേ? അതെ 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 ഇനി അതിലേക്ക് ഞാൻ വരുന്നതിന് മുമ്പ് വളരെ യു ആർ നോൺ ആസ് എ ഡാറ്റ ബാങ്ക്. അല്ല അതായത് ഞാൻ വീണ്ടും പറയണേ, ഇതൊന്നും നിങ്ങളിൽ നിന്ന് ഞാൻ അറിഞ്ഞ കാര്യങ്ങളല്ല, പുറത്തുനിന്ന് അറിഞ്ഞ കാര്യങ്ങൾ. പല കോൺസ്റ്റിറ്റ്യുവൻസിലും പല സ്ഥാനാർത്ഥികൾക്കും ആവശ്യമുള്ള ഡേറ്റ സോഴ്സ് ചെയ്യാനും പ്രിപ്പയർ ചെയ്യാനും വളരെയധികം പ്രയത്നിച്ചിട്ടുണ്ട്. അതും വീണ്ടും ഒരിക്കലും അതൊക്കെ വളരെയധികം ഡാറ്റ എന്ന് പറയുന്നത് റിയൽ ടൈം മണിയാണ്. എന്നിട്ട് പോലും പൈസയല്ല പാർട്ടി ജയിക്കണമെന്ന് പറഞ്ഞ് നല്ല ഡേറ്റ കളക്ട് ചെയ്യുന്ന ഒരു സംഭവം ഉണ്ടായിരുന്നു. ആ ഡേറ്റ എന്ന് പറയുന്ന സാധനം ശരിക്കും പറഞ്ഞാൽ എൻ്റെ ഒരു അഭിപ്രായത്തിൽ ഞാൻ കണ്ട ബിജുവിൽ നിന്നും പൊളിറ്റിക്സ് അതിനെ വേണ്ട രീതിയിൽ ഉപയോഗിച്ചിട്ടില്ല എന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. സോ രണ്ട് ക്വസ്റ്റ്യൻ, ഈ ഇൻട്രസ്റ്റ് ഓഫ് ഡേറ്റ യു സ്റ്റിൽ കണ്ടിന്യൂ ഡൂയിങ് ദാറ്റ്, ഓർ അതാണ് ഫസ്റ്റ് ക്വസ്റ്റ്യൻ. ഓർ ഇത് ഈ പറയുമ്പോൾ പാർട്ടി ഇത്രയും വലിയൊരു ടാലൻറ്റിനെ അല്ലെങ്കിൽ ഇത്രയും നല്ലൊരു ഡാറ്റാ ബാങ്കിനെ ഉപയോഗിക്കാതെ പോകുന്ന, ശ്രദ്ധിക്കാതെ പോകുന്ന ഏത് പൊളിറ്റിക്കൽ പാർട്ടി ആണെങ്കിലും അതൊരു അല്ല ഒരു സമയത്ത് തീർച്ചയായും ഡാറ്റയിൽ അധിഷ്ഠിതമാണ് ഇന്നത്തെ രാഷ്ട്രീയമായിക്കോട്ടെ എല്ലാം. ഇപ്പം ഉദാഹരണത്തിന് ടെക്നോ പാർക്കിൽ രാഹുൽ ഗാന്ധി വന്നപ്പോൾ സംസാരിച്ചു തുടങ്ങിയത് തന്നെ ഡാറ്റയുടെ പുറത്താണ്. അദ്ദേഹം പറയുന്നതല്ല, എല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യം ആണ്. നമുക്ക് ഇന്ത്യയിൽ നമ്മുടെ കയ്യിലുള്ളത് ഏറ്റവും വലിയ ശക്തി എന്ന് പറയുന്നത് ഡാറ്റയാണ്. അതിൻ്റെ പുറത്താണ് ഇന്ന് വർക്ക് ചെയ്യുന്ന എല്ലാ AI എല്ലാം ഇരിക്കുന്നത്. അപ്പോൾ തീർച്ചയായും ഡാറ്റയിൽ സ്വാഭാവികമായും ഞാനും എൻ്റെ ശ്രദ്ധ പതിപ്പിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് ചില പൊളിറ്റീഷ്യൻസിനെങ്കിലും അത് അവർ വളരെ പെക്യൂലിയറാണ്. അപ്പോൾ അത്തരം ഡാറ്റ പാറ്റേൺസൊക്കെ ശ്രദ്ധിക്കാനും ഹിസ്റ്റോറിക്കലായിട്ട് എങ്ങനെയാണ് ഇലക്ഷൻ ജയിക്കുന്നത്, എങ്ങനെയാണ് അവിടുത്തെ ഒരു ട്രെൻഡ്, ഇതൊക്കെ ശ്രദ്ധിക്കാനും പല രാഷ്ട്രീയക്കാരും അത് അതായത് നല്ല ഗൃഹപാഠം പഠിച്ചൊരു കുട്ടി പരീക്ഷയ്ക്ക് തോക്കില്ല എന്ന് പറഞ്ഞതുപോലെ. അതെ 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 ചിലരെങ്കിലും അങ്ങനെ ചോദിക്കാറുണ്ട്, ചിലരെങ്കിലും നമുക്ക് ചെയ്യാൻ പറ്റാവുന്ന രീതിയിൽ. ഐ റിമെമ്പർ ഈവൻ ഞാൻ പറഞ്ഞ ബിജുവിൻ്റെ പ്രവർത്തനങ്ങൾ ഞാൻ വളരെ ക്ലോസ് ആയിട്ട് ഞാൻ വാച്ച് ചെയ്തിട്ട്, ഞാനെന്ന് പറയുന്നത് ഞാൻ വളരെ ലേറ്റ് വന്നതാണ്. പക്ഷേ പലയിടത്തും ഈ ഡേറ്റയുടെ ഒരു കോൺസെപ്റ്റ് ബിജു സെല്ല് ചെയ്യാൻ ശ്രമിച്ചിട്ടുണ്ട്. സെല്ലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് പറഞ്ഞ് മനസ്സിലാക്കി കൺവിൻസ് ചെയ്യാൻ ശ്രമിച്ചിട്ടും പലർക്കും ഇത് മനസ്സിലാവാത്ത കുറേ ഏരിയാസ് ഉണ്ടായിരുന്നു. സോ മൈ ക്വസ്റ്റ്യൻ ഇസ്, ഇപ്പോൾ അങ്ങനെ ഒരു ഡേറ്റ അധിഷ്ഠിതമായ ഒരു യാത്രയിൽ അല്ലെങ്കിൽ ഒരു തെരഞ്ഞെടുപ്പ് നിയന്ത്രിക്കുകയാണെങ്കിൽ അല്ലെങ്കിൽ തെരഞ്ഞെടുപ്പിലേക്ക് പോവുകയാണെങ്കിൽ ഒരു നല്ലൊരു സ്വിങ് നമുക്ക് കിട്ടാൻ സാധ്യതയുണ്ടെന്ന് വിശ്വാസമുണ്ടോ? തീർച്ചയായും ഡാറ്റ ഇല്ലാതെ ഒരു ഗൃഹപാഠം ചെയ്യാതെ ഒരിക്കലും എവിടെയാണ് റിസോഴ്സിൻ്റെ ആവശ്യം, എവിടെയാണ് നമ്മൾ കൂടുതൽ ശ്രദ്ധ പതിപ്പിക്കേണ്ടത് എന്ന് അറിയാത്തിടത്തോളം നമ്മൾ ബീറ്റിംഗ് അറൗണ്ട് ദ ബുഷ് ഇന്നത്തെ കാലത്ത് വളരെ അപ്രായോഗികമാണ്. നമുക്ക് കൃത്യമായി എവിടെയാണ് റിസോഴ്സ് ഇറക്കേണ്ടത് അത് മനസ്സിലാക്കിക്കൊണ്ട് തന്നെ പ്രവർത്തിക്കേണ്ടത് വളരെ അത്യാവശ്യമാണ്. അപ്പം ദാറ്റ് ഈസ് ഓൾസോ വെരി ഇമ്പോർട്ടൻറ്റ്. ഇപ്പോൾ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഒരു മൊമെൻറ്റ് ഇൻ ലൈഫ് ഞാൻ പലയിടത്തും സംസാരിക്കുമ്പോൾ എൻ്റെയും ഒരു വലിയൊരു മൊമെൻ്റ് ആയിരുന്നു രാഹുൽ ഗാന്ധിയുടെ ടെക്നോ പാർക്ക് വിസിറ്റ്. എനിക്ക് തോന്നുന്നൊരു 3 ദിനരാത്രങ്ങൾ ഉറങ്ങാതെ പ്രവർത്തിച്ച് ഹാർഡ് വർക്ക് ചെയ്തൊരു പ്രോജക്റ്റായിരുന്നു. അതിൽ ഒന്നാമത്തെ കാര്യം, പല രാഷ്ട്രീയപരമായിട്ട് നമ്മളെ വിളിച്ചില്ലല്ലോ എന്നൊക്കെ പറഞ്ഞ് പല സംഭവങ്ങളുണ്ട്. അപ്പം ടെക്നോ പാർക്കിനകത്ത് മാത്രം നടക്കുന്നൊരു ഇവൻ്റ് ആയിരുന്നു അത് വളരെ ഡിഫിക്കൽട്ടായിരുന്നു ഹാൻഡിൽ ചെയ്യാൻ. കാരണം ഒന്നാമത് നമ്മൾ സെലക്ട് ചെയ്യുന്ന ഓഡിയൻസ് എല്ലാം അത് പ്രോപ്പർ സെറ്റായിരിക്കണം, ഇത്രമാത്രം സെക്യൂരിറ്റി ഉള്ളൊരു സംഭവം. അതൊരു ഭയങ്കര ഒരു ലൈഫിലൊരു എന്താ പറയുക, ഒരു വൺ ഓഫ് ദി റെഡ് ലെറ്റർ ഡേ എന്നൊക്കെ പറയും പോലെ, അല്ലെങ്കിൽ ഒരു മൈൽ സ്റ്റോൺ ആയിരുന്നു. എങ്ങനെ മാത്രം? തീർച്ചയായും അതൊരു വളരെ എന്താ പറയുക, ഒരു വളരെ പോസിറ്റീവായിട്ടുള്ളൊരു സംഭവമാണ്. കാര്യം ഇത്രയും കാലം നമ്മളിപ്പോൾ കോൺഗ്രസ് പാർട്ടിക്ക് വേണ്ടിയിട്ട് പ്രവർത്തിച്ചതിൽ നമുക്ക് കിട്ടിയ ഏറ്റവും സാറ്റിസ്ഫാക്ഷൻ നൽകുന്ന, ഏറ്റവും എനർജി നൽകുന്ന ഒരു സംഭവം കൂടിയായിരുന്നു. തീർത്തും അവിചാരിതമായി വന്ന ചില കോൺവെർസേഷനുകളിൽ ഒരു മൂവർ സംഘം നടത്തിയ ഒരു എനിക്കൊന്നൊരു 4 ദിവസം കൊണ്ട് 5 ദിവസം കൊണ്ട് അതെ വളരെ ചുരുങ്ങിയ സമയം കൊണ്ടാണ് നമ്മളത് വർക്കൗട്ട് ചെയ്തെടുത്തത്. ആശയം കുറച്ച് മുമ്പേ ഉണ്ടായിരുന്നെങ്കിൽ പോലും ഇത് പെട്ടെന്നാണ് നമ്മളെ മുമ്പിലേക്ക് പ്രാവർത്തികമാക്കാൻ പറഞ്ഞുകൊണ്ട് വരുന്നത്. മൂവർ സംഘം എന്ന് പറയുമ്പോൾ ജ്യോതി വിജയകുമാർ, രഞ്ജിത്ത് ബാലൻ, പിന്നെ ഞാനും, പിന്നെ ഒരുപാട് സുഹൃത്തുക്കളും മൈത്രി. പക്ഷേ അതിൽ ഇത്രയും ഓർഗനൈസ് ചെയ്തിട്ട് പോലും അതിൻ്റെ ഒരു വേദിയിൽ പോലും ഞാനാണത് ചെയ്തത്. അല്ല, ഞാൻ പറയുന്നത് പൊളിറ്റിക്സ് ഇസ് ഓൾ അബൌട്ട്, നമ്മൾ പറയില്ലേ, നമ്മുടെ പ്രസൻസ് ആണ്, വിസിബിലിറ്റി ആണെന്ന് പറയുമ്പോൾ അവിടെ ഒരു സ്ഥലത്ത് ഞാൻ ഓർക്കുന്നുണ്ട്, ഞാൻ ആ ഫംഗ്ഷനിലുണ്ടായിരുന്നു. അപ്പോൾ ബിജു ഏറ്റവും എൻ്റെ എക്സ്ട്രീമിലൊരു സീറ്റിൽ ചുമ്മാ ഇരിക്കുകയായിരുന്നു, ഇതെല്ലാം കണ്ട് ആസ്വദിക്കുകയായിരുന്നു. അപ്പം അങ്ങനൊരു സെൽഫ്ലെസ് പൊളിറ്റീഷ്യൻ ഇന്നത്തെ കാലത്ത്
പ്രാക്ടിക്കലാണോ? അല്ല അത് അങ്ങനെ ചോദിക്കുമ്പോൾ ഒരുപാട് കോൺഗ്രസ് പ്രവർത്തകർ ഇന്നും ഒരു ലാഭേച്ഛയും ഇല്ലാതെ പ്രവർത്തിക്കുന്നത് സ്വന്തം കൺമുമ്പിൽ കൂടെ കാണുന്നുണ്ട്. ഉദാഹരണത്തിന് ഞാൻ വരുന്നത് കഴക്കൂട്ടം നിയോജക മണ്ഡലത്തിൽ നിന്നാണ്. അവിടെ എത്രയോ പ്രവർത്തകർ അവരുടെ ദിനരാത്രങ്ങൾ പാർട്ടിക്ക് വേണ്ടി ചിലവഴിക്കുന്നു. അവരെന്തെങ്കിലും ഇതിൽ നിന്നും ആഗ്രഹിക്കുന്നുണ്ടോ എന്ന് ചോദിച്ചാൽ ഡെഫിനറ്റ്ലി ഇല്ല. അപ്പം ഞാനും അതുപോലെ ഒരു കോൺഗ്രസ് പ്രവർത്തകൻ മാത്രമാണ്. പാർട്ടി പോലെ സ്വന്തം ഹൃദയത്തിൽ കൊണ്ടു നടക്കുന്ന ഒരു സംഭവമാണ് മൈത്രി. ഒരുപക്ഷെ മൈത്രി ബിൽഡ് ചെയ്തുന്ന ഒരു റീസണും ഞാൻ കണ്ടിട്ടുണ്ട്. ബിജു ഇടയ്ക്ക് അതിനെ പറയുന്നത് മൈ ട്രൈബ് എന്നാണ് ഒരുപക്ഷെ, അല്ലേ? തീർച്ചയായും. അപ്പം ബിജുവിന് വളരെ ക്ലോസ് ആണ് മൈത്രി എന്ന് പറയുന്ന ഈ ഇത്രയും പേരെന്ന് പറയുന്നത്. നമ്മൾ പറയില്ല മെയ്യോട് മെയ് ചേർന്ന് ഒരു മനസ്സോടുകൂടി പ്രവർത്തിക്കുന്നത്. അപ്പം അങ്ങനെയൊക്കെ ഒരു 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 ഓർഗനൈസേഷൻ മുന്നോട്ട് കൊണ്ടുപോകുന്നത് തന്നെ അപ്പൊളിറ്റിക്കൽ എന്ന് വേണമെങ്കിൽ ഞാൻ പറയാൻ പറ്റുന്ന ഒരു ഓർഗനൈസേഷനാണ്. എങ്ങനെയാണ് മൈത്രി എന്ന് പറയുന്ന ഒരു എക്സ്പീരിയൻസ്, മൈത്രി ഉണ്ടാകുന്ന ഒരു ബ്രദർഹുഡോ വാട്ട് യു മേ കോൾ? ഈ പറഞ്ഞത് തന്നെയാണ് അതിനകത്ത്. ബ്രദർഹുഡാണ് അതിനകത്ത് നിലനിൽക്കുന്ന ഒരു ഫാക്ടർ. നമ്മൾ പിടിച്ചു നിർത്തുന്ന ഘടകവും അത് തന്നെയാണ്. അതിനകത്തും ഈ പറയുന്ന ലാഭേച്ഛയോ അല്ലെങ്കിൽ എന്തെങ്കിലും ആഗ്രഹിച്ചു വരുന്ന ആൾക്കാരല്ല അതിനകത്ത്. അപ്പം ടെക്നോ പാർക്കിനകത്ത് പ്രവർത്തിക്കുന്ന ഒരേ മനസ്സുള്ള കുറച്ച് കുറച്ച് പേരുടെ കൂട്ടായ്മയാണ് അതിന്. അപ്പോൾ അവരുടെ ഫാമിലി ടൈം കഴിഞ്ഞ് കിട്ടുന്ന കുറച്ച് സമയം നമ്മൾ പല സോഷ്യൽ ആക്ടിവിറ്റീസിനായി മാറ്റിവെക്കുക എന്നുള്ളതാണ്. അറ്റ് റേറ്റ് എത്ര പേരെ ബിജുവിന് ഈ ഒരു ഇത് ഇൻഫ്ലുവൻസ് ചെയ്യാന്നുള്ളതും കൂടെ ഉണ്ടല്ലോ. നമ്മുടെ ഒരു പ്രത്യയശാസ്ത്രം അല്ലെങ്കിൽ ഐഡിയോളജി നമ്മൾ ഇൻഫ്ലുവൻസും കൂടെ ചെയ്യണമെന്നുള്ളത്. ബിജുവിൻ്റെ ഒരു ആക്ടിവിറ്റി വെച്ചിട്ട് എത്ര പേര് ഇൻഫ്ലുവൻസ്ഡ് ആയിട്ടുണ്ടാവാം? അത് ഒരിക്കലും നമ്മൾ കണക്കിലെടുക്കാത്തൊരു കാര്യമാണ്. പക്ഷെ നമ്മൾ ഡെഫിനറ്റ്ലി അതിനൊരു എന്താ പറയുക, ആർക്ക് അതിൻ്റെ ഗുണം കിട്ടി എന്നുള്ളത് മാത്രമാണ് ശ്രദ്ധിക്കുന്നത്. അതിൻ്റെ റീച്ച് സോഷ്യൽ മീഡിയയിൽ ഇടാനോ അതല്ലെങ്കിൽ അത് മാത്രം ആൾക്കാർ കണ്ടു എന്ന് നോക്കാനോ ഞാൻ മെനക്കെടാറില്ല. ആർക്കെങ്കിലും അതിലൊരു ഗുണം ചെയ്തിട്ടുണ്ടെങ്കിൽ. പക്ഷേ അതും ഒരു വലിയ ഘടകമല്ലേ നമ്മൾ ചെയ്യുന്ന പൊളിറ്റിക്കൽ പാർട്ടിയുടെ ഒരു പെർസ്പെക്റ്റീവിൽ നോക്കുമ്പോൾ ആസ് എ മാൻ ഓഫ് ഡാറ്റ ഡെഫിനറ്റ്ലി അതൊരു ഫാക്ടറാണ്. ദാറ്റ് ഈസ് സംതിങ് ഐ വിൽ ബി ലുക്കിംഗ് അറ്റ്. പക്ഷേ നമ്മൾ ചെയ്യുന്ന പ്രവൃത്തി ഇത് മാത്രമായിരിക്കില്ല. അതിനെന്ത് ഇമ്പാക്റ്റ് ഉണ്ടാക്കാം ജനങ്ങളിൽ, അല്ലെങ്കിൽ അതിൻ്റെ ഗുണഭോക്താവിന് എന്ത് ഗുണം ചെയ്തു എന്ന് മാത്രമാണ്. ഇനി ഫ്യൂച്ചറിൽ ഇപ്പോൾ IT എത്രമാത്രം, ഐ നോ യു ആർ അപ് ടു ലോട്ട് ഓഫ് പ്രോജക്ട്സ് വിച്ച് നമുക്കറിയാവുന്ന കാര്യങ്ങൾ. പക്ഷേ അതിന് എത്ര റേഞ്ചിലേക്ക് ഇപ്പോൾ വളരെ റീസെൻ്റായിട്ട് വളർത്താൻ പറ്റുന്നൊരു സ്ഥിതിയിലേക്ക് എത്തിക്കഴിഞ്ഞു? ITയുടെ ഗുണങ്ങൾ പാർട്ടിയിലേക്ക് കൊണ്ടുവരാൻ പറ്റുന്ന ഒരു രീതിയിലേക്ക് ആ ഒരു സ്റ്റേജിലേക്ക് നമ്മൾ കടന്നുകൊണ്ടിരിക്കുകയാണ്. ഉദാഹരണത്തിന് ഒരു സമയത്ത് നമുക്ക് ടെക്നോ പാർക്കിനകത്ത് എന്താ പറയുക, മൈത്രി എന്ന പേരിലോ ഒരു ആക്ടിവിറ്റി നടത്താൻ പറ്റാത്ത ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. ഇപ്പം ചില സമയങ്ങളിൽ അത് നിങ്ങളല്ലല്ലോ ഭരിക്കുന്നത് എന്ന ഒരു ചോദ്യം പോലും നമ്മുടെ സൈഡിൽ നമ്മുടെ മുന്നിലേക്ക് ഇടുകയും നമുക്ക് അത്തരം പ്രോഗ്രാംസുകൾ സ്റ്റോപ്പ് ചെയ്ത് എന്തുകൊണ്ട് അത്തരം ആക്ടിവിറ്റികൾ ടെക്നോ പാർക്കിനകത്ത് കോൺഗ്രസ് പാർട്ടിക്ക് ചെയ്യാൻ പറ്റുന്നില്ല എന്ന് പലരും ചോദിക്കുന്നുണ്ട്. അതിനൊരു റീസൺ ഇതാണ്, നിങ്ങളല്ലല്ലോ ഭരിക്കുന്നതെന്നാണ് അവസാനം കിട്ടിയ ഒരു ചോദ്യം. അപ്പോൾ ആ ഒരു ചോദ്യത്തിനുള്ള നമ്മളൊരിക്കലും അതൊരു പൊളിറ്റിക്കൽ ഇവൻ്റ് ആയിരുന്നില്ല, തീർത്തും ആ പൊളിറ്റിക്കലായിട്ടുള്ള ഇവൻറ്റിനാണ് നമ്മളുടെ ഒരു രാഷ്ട്രീയം കണ്ടുകൊണ്ട് അവരത് പോസ്റ്റ് ചെയ്തത്. അപ്പോൾ അതിനൊക്കെ മറികടന്ന് കുറേ ആൾക്കാർ ഇന്ന് മുന്നിലേക്ക് വരുന്നുണ്ട്. പിന്നെ നമ്മൾ പ്രധാനമായും ഇപ്പോൾ ഫോക്കസ് ചെയ്യുന്നത് പ്രത്യേകിച്ച് അന്ന സെബാസ്റ്റ്യൻ പേരയലിൻ്റെ മരണത്തിന് ശേഷം വർക്ക് പ്ലേസ് വെൽനെസ് എന്ന് പറയുന്ന ഒരു ഫാക്ടർ നമ്മളിപ്പോൾ വളരെ ക്രിട്ടിക്കലായിട്ട് നോക്കി കാണുക. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് നമ്മളൊരു വെൽനസ് പോളിസി തന്നെ ക്രിയേറ്റ് ചെയ്തെടുക്കുകയും അപ്പോൾ അതിന് നടത്തിയ ഒരുപാട് റിസർച്ചുകളിൽ നിന്നാണ് ഒരു പ്രധാനപ്പെട്ട കാര്യം മനസ്സിലാക്കുന്നത്. പ്രൊഫഷണൽ എന്ന് പറയുന്ന ആ ഒരു വേർഡിന് ഇന്ന് ഡെഫിനിഷൻ പോലും ഇല്ല. നമ്മുടെ ലേബർ കോഡുകളിൽ എവിടെയും നമ്മളത് കണ്ടിട്ടില്ല. ഗിഗ് എക്കോണമി വളർന്നു. ഈവൻ ഗിഗ് എന്ന് പറയുന്നതിന് പോലും ഇന്ന് വാല്യൂ മാത്രമല്ല, അതിന് കൃത്യമായ ഡെഫിനിഷനുണ്ട് ഇന്ത്യൻ ലേബർ കോഡുകളിൽ. എന്നാൽ പ്രൊഫഷണൽ എന്ന് പറയുന്ന വേർഡിന് ഒരിടത്തും ഡിഫൈൻഡ് അല്ല. അപ്പോൾ അതിന് ഒരു ഡെഫിനിഷൻ മാത്രമല്ല, അതൊരു ആദ്യത്തെ പടിയാണെന്ന് കരുതുന്നു. അതിൽ തുടർന്ന് ഒരു പ്രൊഫഷണലിനെ ബാധിക്കുന്ന എല്ലാവിധ കാര്യങ്ങളും, ഉദാഹരണത്തിന് നമുക്കൊരു ബേസിക് പേ ഉണ്ട്. ഒരു IT എഞ്ചിനീയർക്ക് എത്രയായിരിക്കണം ബേസിക് പേ എന്നുള്ളത് നിശ്ചയിച്ചിട്ടുണ്ട്. പക്ഷേ ഒരു IT-കാരനും അതറിയാൻ സാധ്യതയില്ല. അതിൻ്റെ നേർപകുതി പോലും കിട്ടുന്ന IT-കാരിന്ന് കേരളത്തിലുണ്ട്. അപ്പോൾ അതിൽ നിന്നൊക്കെ മാറ്റം ഉണ്ടാവണം. ബേസിക് പേ കിട്ടുന്ന IT പ്രൊഫഷണൽ കൂടി ഉണ്ടാവണം. അത്
അതുമാത്രമല്ല ഒരുപാട് ചൂഷണങ്ങൾ നടക്കുന്നുണ്ട്. പക്ഷേ എങ്കിൽ പോലും ഞാൻ ഒരു കാര്യം പറയും, പ്രൊഫഷണൽ എന്ന് പറയുമ്പോൾ ഒരു ഓൺട്രപ്രണറും ഒരു പ്രൊഫഷണലാണ്, ഒരു IT കമ്പനി നടത്തുന്ന ഒരു വ്യക്തിയും പ്രൊഫഷണലാണ്, ജോലി ചെയ്യുന്ന IT എഞ്ചിനീയറും ഒരു പ്രൊഫഷണലാണ്. അപ്പോൾ രണ്ടുപേർക്കും വിൻ വിന്നായ കണ്ടീഷൻ ആയിരിക്കണം അതിനകത്ത് ഉണ്ടാവണം എന്നുള്ളതാണ് എൻ്റെ ഒരു കാഴ്ചപ്പാട്. ഇനി ജീവിതത്തിൽ എപ്പോഴെങ്കിലും കുടുംബമോ അല്ലെങ്കിൽ ബാക്കിയുള്ള കാര്യങ്ങൾ കാരണം ഇനി പൊളിറ്റിക്സിൽ പോകരുത് എന്നൊരു സംഭവം പറഞ്ഞാൽ വിൽ യു സർവൈവ് വിത്തൗട്ട് പൊളിറ്റിക്സ്? വിത്തൗട്ട് പൊളിറ്റിക്സ് ഐ മേ സർവൈവ്, പക്ഷേ ഒരു കോൺഗ്രസ്സുകാരനായിട്ട് തന്നെയായിരിക്കും ജീവിതകാലം മുഴുവൻ. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഈ പ്രോഗ്രാമിനെ അന്വർത്ഥമാക്കുന്ന ഒരു ഗസ്റ്റാണ് ബിജു. ശരിക്കും ഒരു കോൺഗ്രസ്സുകാരൻ തന്നെയാണ്. മാത്രമല്ല ഇനിയും ഈ എന്തൊക്കെയാണോ ഈ സെൽഫ്ലെസ് ആയിട്ടുള്ള സർവീസസ് കണ്ടിന്യൂ ചെയ്യുകയും ഇതുവഴി പ്രൊഫഷണൽസിന് പൊളിറ്റിക്സിലൊരു സ്പേസ് ഉണ്ടെന്ന് ക്രിയേറ്റ് ചെയ്യും, അതിന് വസ്തുതാപരമായിട്ടുള്ളൊരു ഒരു വാല്യൂം കൊടുക്കാനായിട്ട് ബിജുവിൻ്റെ എഫേർട്സിന് കഴിയട്ടെ. ആൻഡ് വിൽ ഡെഫിനറ്റ്ലി കം ബാക്ക് ഓൺ എ സെഷൻ വിത്ത് യു അഗെയിൻ, ബിക്കോസ് ബിജുവിൻ്റെ അടുത്ത് നമ്മൾ സംസാരിക്കുമ്പോൾ ദർ ഇസ് ലോട്ട്സ്, ഇറ്റ് കാൺ ബി കണ്ടെയ്ൻഡ് ഇൻ എ സിംഗിൾ എപ്പിസോഡ്. സോ അന്നും ഉണ്ടാവണമെന്ന് ഒരു റിക്വസ്റ്റോടുകൂടി ലെറ്റ്സ് വൈൻഡ് അപ്പ്. താങ്ക് യു. താങ്ക്സ് യു.